ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 1/2 കപ്പ് തണുത്ത പാലിലാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് റെഡിയാക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. പാല് ഇതുപോലെ പതഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ, അധികം വൈകരുത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ചവ്വരി, ഒരു പാക്കറ്റ് ചവ്വരി, ഒരു 50 ഗ്രാം ചവ്വരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചവ്വരി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മതി, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഡെസേർട്ട് സെറ്റ് ചെയ്യാം. ഡെസേർട്ട് എന്ന് പറയാം, ഡ്രിങ്ക് എന്ന് പറയാം. ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ പാലൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ. ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഒന്ന് കുറുകുക എന്നുള്ളതൊന്നുമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ, പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറുകി വരേണ്ട ആവശ്യമില്ല. മറ്റുള്ള കസ്റ്റർഡൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ കുറുകി വരുന്ന രീതിയിൽ ചെയ്യുന്നില്ല. പാല് തിളച്ച് കഴിഞ്ഞിട്ടേ പഞ്ചസാരയും ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഈ പാലിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊന്ന് തിളച്ച് കസ്റ്റർഡ് റെഡി ആയിട്ട്, കസ്റ്റർഡ് ഒന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ചൂട് മാറി വരാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ജെല്ലി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജെല്ലി താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ ജെല്ലിയും സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കുക. ജെല്ലിയോ ഫ്രൂട്ട്സോ ഏതാണോ താല്പര്യം അത് ചേർക്കുക. ഇല്ലെങ്കിൽ രണ്ടും താല്പര്യമുണ്ടെങ്കിൽ രണ്ടും ചേർക്കുക. ഇത് രണ്ടും താല്പര്യമില്ല, രണ്ടും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചവ്വരിയും കസ്കസും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഏത്തപ്പഴവും മാത്രം കട്ട് ചെയ്തിട്ടിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഏത്തപ്പഴം ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞാണ്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഏതൊക്കെ ചേർക്കാം എന്നുള്ളത് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് തുടങ്ങി. നന്നായിട്ട് പാല് തിളച്ച് വരുന്നുണ്ട്. പാല് തിളയ്ക്കുന്നതനുസരിച്ച് കസ്റ്റർഡ് സെറ്റായി വരും. അതുകൊണ്ടാണ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മധുരം ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് ജെല്ലിക്ക് മധുരമുണ്ട്. അപ്പോൾ ഒരുപാട് മധുരം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അളവിൽ മാത്രം മധുരം ചേർക്കുന്നത്. മധുരം കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം കേട്ടോ. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചൂട് മാറാൻ വേണ്ടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വേറെ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ ഒക്കെ ഒഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വേഗം ചൂട് മാറി കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂട് മാറി വന്ന് നമ്മുടെ ചവ്വരിയും കുക്കായി കഴിയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റായി. ചവ്വരി വേവിച്ചത് ഇവിടെയുണ്ട്, കസ്കസ് ഉണ്ട്, പോംഗ്രാനൈറ്റ് ഉണ്ട്, ജെല്ലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സ് കട്ട് ചെയ്തതുണ്ട്, പിന്നെ നമ്മുടെ കസ്റ്റർഡ് ഉണ്ട്. അപ്പോൾ ജെല്ലി ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കസ്കസ് 1 സ്പൂൺ, ചെറിയ അളവിലേ എല്ലാം ഇടുന്നുള്ളൂ, ഒരുപാട് കൂടിയ അളവിലേക്ക് ഞാൻ ഇടുന്നില്ല. കസ്കസിന് മുകളിലായിട്ട് നമ്മുടെ പോംഗ്രാനൈറ്റ് കളർ അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഗ്രേപ്സ് ആഡ് ചെയ്യാം. എല്ലാം കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഇപ്പോൾ തന്നെ ഫില്ലാവും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചവ്വരിയുടെ മുകളിലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ജെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കസ്കസ് 1 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മുടെ കസ്റ്റർഡ് റെഡിയാക്കിയില്ലേ അതൊഴിച്ചു കൊടുക്കാം.
കസ്റ്റർഡ് മാത്രം കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. കസ്റ്റർഡ് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാം കവറായി വരും കേട്ടോ. കുറച്ച് ഭാഗങ്ങളായിട്ട് കവറായി വരും. വീണ്ടും നമ്മൾ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം ഇട്ട് കൊടുക്കുന്ന ഫ്രൂട്ട്സിൽ. ഞാനിതൊന്ന് കവറായി നിൽക്കുന്ന രീതിയിൽ ഗ്രേപ്സ്, ഡാർക്ക് കളർ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വളരെ ചെറിയ അളവിൽ നമ്മുടെ ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെല്ലി താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചവ്വരി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ജെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റർഡും എല്ലാം. കസ്റ്റർഡ് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു ലെയറായിട്ടും കൂടി കസ്റ്റർഡ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ചൂടുകാലത്ത് കഴിക്കാൻ വളരെ നല്ലൊരു എനർജി ഡ്രിങ്ക് ആണെന്ന് പറയാം. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എന്താണെന്ന് വെച്ചാൽ കസ്കസ് ചൂടിന് നല്ലതാണ്, പോംഗ്രാനൈറ്റ് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്, ഗ്രേപ്സ് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ കുറയാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ജെല്ലി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മധുരമുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ജെല്ലിയുടെ ആ ഒരു മധുരവും കസ്റ്റർഡിൻ്റെ ചെറിയൊരു മധുരവും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ഒരു ഗ്ലാസും കൂടി സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ 2 ഗ്ലാസും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമ്മറിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കളറല്ലേ, ഒരു കളറല്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇളം തണുപ്പോടെ കഴിക്കുക. നമ്മളിതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് തണുപ്പാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ജെല്ലി സെറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കസ്റ്റർഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് തണുക്കും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തണുപ്പില്ലാതെ കുട്ടികൾക്ക് കഴിക്കാം, ഓവർ തണുപ്പില്ലാതെ കഴിക്കാം. പിന്നെ നന്നായിട്ട് തണുപ്പ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.